കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം അപൂർവമായ ആചാരവൈവിധ്യം കൊണ്ട് ലോകശ്രദ്ധയിലെത്തിയ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ആചാരങ്ങളും ഉത്സവ കാഴ്ചകളും ഐതിഹ്യവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ക്ഷേത്രത്തിന് മുന്നിലുള്ള അതിവിശാലമായ ഭൂതക്കുളം ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെ മാത്രമല്ല പോഷിപ്പിക്കുന്നത്. ഈ നീരുറവ ഒരു നാടിൻ്റെ തന്നെ ജലസ്രോതസ്സു കൂടിയാണ്. അരയാലും ഇലഞ്ഞിയും കാഞ്ഞിരവും തണലൊരുക്കുന്ന ഈ ക്ഷേത്ര പരിസരം പുരാതന കാലത്ത് കാട് പിടിച്ചു കിടക്കുകയായിരുന്നു അത്രേ. ഈ ഭൂതക്കുളം എന്നറിയപ്പെടുന്ന ചിറയ്ക്ക് സമീപം കാലിയെ മേയ്ക്കാനെത്തിയ കുട്ടികൾ അടർന്നു വീണ് കിട്ടിയ തേങ്ങ ചിറയുടെ ഒരു ഭാഗത്ത് ഉയർന്നു നിന്നിരുന്ന കല്ലിൽ ഇടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചുവെന്നും നാളികേരം കല്ലിൽ തട്ടിയപ്പോൾ ശിലയിൽ നിന്ന് ചോര ഒഴുകുകയും ഭയവിഹുലരായ കുട്ടികൾ മുതിർന്നവരെ വിവരമറിയിക്കുകയും ചെയ്തു. നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ പ്രശ്നം വയ്പ്പിച്ചു. ശിലയിൽ സ്വാത്വിക ഭാവത്തിലുള്ള വനദുർഗ കുടികൊള്ളുന്നുണ്ടെന്നും നാടിൻ്റെ ഐശ്വര്യത്തിനായി ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങളും ചെയ്യണമെന്നായിരുന്നു പ്രശ്നവിധി. അന്നു മുതൽ നാളികേരം ഇടിച്ചു പിഴിഞ്ഞെടുത്ത് കൊറ്റൻ ദേവിക്ക് നിവേദ്യമായി നൽകി തുടങ്ങി എന്നാണ് ക്ഷേത്ര ഐതിഹ്യം. കാനന പ്രദേശമായതിനാൽ പെൺകുട്ടികൾ ഈ വഴി പോകുവാൻ ഭയപ്പെട്ടിരുന്നു. അതിനാൽ കുമാരന്മാർ ബാലികമാരായ വേഷമണിഞ്ഞ് ദേവിയുടെ മുൻപിൽ വിളക്കെടുത്തു തുടങ്ങി. അങ്ങനെയാണ് സ്ത്രീവേഷം കെട്ടി പുരുഷന്മാർ ചമയവിളക്കെടുക്കുന്ന ക്ഷേത്രമായി കൊറ്റൻകുളങ്ങരയെ ലോകമറിയുന്നത്. വർഷം തോറും മീനം 10-നും 11-നും നടക്കുന്ന ചമയവിളക്ക് അപൂർവമായൊരു അനുഷ്ഠാനവും ഉത്സവവുമാണ്. അഭീഷ്ട കാര്യസിദ്ധിക്കായി പുരുഷന്മാർ വ്രതം നോറ്റ് പെൺവേഷം കെട്ടി ദേവീപ്രീതിക്കായി വിളക്കെടുക്കുന്ന അത്യപൂർവമായ ചമയവിളക്ക് മഹോത്സവം. കണ്ണിന് മിഴിവേകുന്ന വർണ്ണങ്ങളും അലങ്കാരങ്ങളും ചാർത്തി നെയ്ത്തിരി വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവരൊരുങ്ങി വരുമ്പോൾ സ്ത്രീകൾ പോലും വിസ്മയിച്ചു പോകും. എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും സുന്ദരിമാർ എന്നതാണ് കൊറ്റൻകുളങ്ങരയെ ഭാരതത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. വായുമണ്ഡലം മേൽക്കൂരയായി സങ്കല്പിക്കണമെന്നും മേൽക്കൂര നിർമ്മിക്കരുതെന്നും ദേവപ്രശ്നവിധിയുണ്ടായതിനാൽ ഇവിടുത്തെ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല. മഞ്ഞും മഴയും വെയിലും തണുപ്പും കാറ്റുമെല്ലാം ദിവ്യമായ ശിലാവിഗ്രഹത്തിൽ വീഴുന്നു. ശക്തിസ്വരൂപിണിയും വാത്സല്യനിധിയുമായ ദേവി ഭക്തരിൽ കരുണാമൃത വർഷം ചൊരിഞ്ഞ് ഇവിടെ വാണരുടുന്നു. തന്നേക്കാൾ സുന്ദരിമാരായി മാറിയ ഭർത്താവിൻ്റെ കയ്യും പിടിച്ച് വിളക്കിൽ എണ്ണ പകർന്ന് അടുത്തു തന്നെ നിൽക്കുന്ന ഭാര്യമാരുടെ ചിത്രം രസമുള്ളൊരു കാഴ്ചയാണ്. ഇന്നലെ വരെ മീശ പിരിച്ച് ഗൗരവക്കാരനായി നടന്ന ഭർത്താവ് തൻ്റെ അടുത്ത് നാണം കുണുങ്ങി തലകുനിഞ്ഞു നിൽക്കുമ്പോൾ ഭാര്യമാരുടെ മനസ്സിലും ചുണ്ടിലും ഒരു നേർത്ത പുഞ്ചിരി വിരിയുന്നുണ്ടാവുമോ? കൊറ്റൻകുളങ്ങരക്കാർ ഓണത്തിന് നാട്ടിലെത്തിയില്ലെങ്കിലും ചമയവിളക്കിന് വരാൻ മറക്കില്ല. കൗതുക കാഴ്ചകളിൽ പ്രിയം കണ്ടെത്തുന്ന സഞ്ചാരികളും അമ്മയുടെ ശക്തിയിൽ എല്ലാം അർപ്പിക്കുന്ന ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തെ ഈ ദിവസങ്ങളിൽ ഭക്തി സാന്ദ്രമാക്കി മാറ്റുന്നു. തിരുവനന്തപുരം കൊച്ചി ദേശീയപാതയോരത്ത് ചവറയ്ക്കടുത്താണ് കൊറ്റൻകുളങ്ങര ക്ഷേത്രം. കൊല്ലത്തു നിന്നും 17 കിലോമീറ്ററും കരുനാഗപ്പള്ളിയിൽ നിന്നും 10 കിലോമീറ്ററുമാണ് ദൂരം. എല്ലാ കൊറ്റൻകുളങ്ങര നിവാസികൾക്കും ഭക്തർക്കും വനദുർഗാദേവിയുടെ കടാക്ഷമുണ്ടാകട്ടെ. ഏവർക്കും നന്മകളുണ്ടാകട്ടെ.